ബദർ എന്നത് സത്യത്തിൽ മലയാള ഭാഷയിൽ ഒരു യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. അതൊരു ജിഹാദാണ് എന്ന് പറഞ്ഞാൽ ഒരു നിലയിൽ അത് അംഗീകരിക്കാം. ജിഹാദ് എന്ന വാക്ക് ജുഹുദ് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഒന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജുഹുദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നാണ്. പരിശ്രമം. വിശ്വാസിക്ക് പ്രധാനമായി രണ്ട് ജിഹാദാണുള്ളത്. ഒന്ന് ഏത് സമയത്തും, റമദാനിന്റെ 17 എന്നൊന്നുമല്ല, ഏത് സമയത്തും, അത് ഹബീബിന്റെ സഹാബാക്കൾ എന്ന് മാത്രമല്ല, ഏത് വിശ്വാസിയും ഏത് സമയത്തും നടത്തേണ്ട ജിഹാദാണ്. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. അത് പുറത്തുള്ള ഫാസിസ്റ്റുകളോടോ നാസിസ്റ്റുകളോടോ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളോടോ വർഗീയവാദികളോടോ അബൂജാലാദി കാര്യങ്ങൾ അതേപോലെയുള്ള കൊടും കുഫാറുകളോടൊന്നുമല്ല, സ്വന്തത്തോടാണ്. കാരണം ഏതൊരു മനുഷ്യൻ നരകത്ത് പോവുകയാണെങ്കിൽ നരകത്ത് പോവാൻ കാരണം അബൂജാഹിലല്ല, അല്ലെങ്കിൽ ഇന്നത്തെ അബൂജാഹിലും അല്ല. അബൂജാഹിൽ എന്നുണ്ടാവും, ഇന്നുണ്ട്. ഏതൊരു മനുഷ്യൻ നരകത്ത് പോവാൻ കാരണം മോഡിയല്ല, അമിത്ഷയല്ല, തുറന്നു പറയുകയാണെങ്കിൽ അവനാൻ തന്നെയാണ്. ആരെങ്കിലും ഒരാള് നാളെ നരകത്ത് പോകുമ്പോ എന്നെ നരകത്തിലാക്കിയ നരേന്ദ്രമോദി എന്ന് പറയാം. അയാളെ ശല്യത്തിൽ നിന്ന് അള്ളാഹുത്താല നമ്മളെ നാടിനെ രക്ഷപ്പെടുത്തട്ടെ, അത് വേറെ കാര്യം. പക്ഷെ നരകത്ത് പോകാൻ കാരണം അയാളല്ല, അവനാനാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു സത്യം പറയുകയാണെങ്കിൽ ആരെന്നെയാണ്? അതിന് വാക്യങ്ങളാണ് പറഞ്ഞാല് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരെന്നെയാണ്? നമ്മൾ തന്നെയാണ്. ഇത് തിരിച്ചറിയാതെ ബദർ ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചില ആളുകൾ ബദർ പറയുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സുഫിയാനും കൂട്ടരും കച്ചവടത്തിന് പോയിട്ടുണ്ട്, അവര് തിരിച്ചിരുമ്പോ നമുക്ക് പിടിച്ചെടുക്കണം പോരി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങും ചരിത്രം. എന്നിട്ട് ആകെ അങ്ങോട്ട് വസ്വാസാക്കും. ചരിത്രം അവിടുന്ന് തുടങ്ങിയാൽ അവിടെ തിരിച്ചടി മുസ്ലിമീങ്ങൾക്കാണ്. ചരിത്രം അവിടുന്ന് തുടങ്ങരുത്. കാരണം കഥ അറിയാതെ ആട്ടം കാണുന്ന വർത്താനാണത്. കഥ അറിയാതെ ആട്ടം കണ്ടാൽ യുക്തിവാദികൾ ഉറഞ്ഞതുള്ളൂ. അവിടുന്ന് ചരിത്രം പറഞ്ഞിട്ടാണ് യുക്തിവാദികളൊക്കെ. ബദർ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ കച്ചവട സാധനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി പോയ പോക്കിരിത്തരത്തിന്റെ പേരല്ലേ എന്ന് പറയുന്നത് ഇവിടുന്ന് തുടങ്ങിയിട്ടാണ്. അവിടുന്ന് ഒരിക്കലും ചരിത്രം തുടങ്ങരുത്. അവിടുന്നേ തുടങ്ങാൻ പറ്റൂ എന്നുള്ള ഒരു പണിക്ക് നിൽക്കേ ചെയ്യരുത്. അതാണ് ഞാൻ ബദർ എന്ന വാക്കെന്ന് തുടങ്ങുന്നത്. ഏത് സമയത്തും അവനാനോട് യുദ്ധം ചെയ്യലാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ ജിഹാദ്. അവനാനോട് യുദ്ധം ചെയ്യുക. റബീബിന് ഖൈസും റളിയല്ലാഹു അൻഹു വീട്ടിലിരുന്ന് പൊട്ടി പൊട്ടി കരയാൻ. അമ്മ വെച്ചു, എന്തിനാ മോനെ ഈ കരയണെന്ന് വെച്ചു. അതിനൊന്നും മറുപടി അറിയില്ല, കരയന്നെ. അപ്പൊ ഉമ്മ ഇടക്കൊന്നാണ് ചോദിച്ചു, ഈ ആരെങ്കിലും കൊന്നുകണടാ അങ്ങനെ കരയാന്? ആരെങ്കിലും കൊന്നുകണോ? അപ്പൊ അവര് പറഞ്ഞാ ഞാൻ കൊന്നിട്ടുണ്ട് ഉമ്മ, അതുകൊണ്ട് കാര്യമാണെന്ന് പറഞ്ഞു. എന്നാലും വേണ്ടിയില്ല, ഉമ്മാന്റെ കുട്ടി പറയും ആരെ കൊന്നത്, അവരെ പരയില് ഞാൻ പോയിക്കോളാം, എന്നിട്ട് ഈ കരയിന് ഈ വർത്താനം ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് അവര് വന്നിട്ട് നിന്റെ ഈ കരച്ചില് കണ്ട അല്ല റഹീമൂക്ക, അവനക്ക് പൊരുത്തപ്പെട്ടവരും അവർക്ക് വല്ലാത്ത സ്നേഹാവും, അതിനകത്ത് എന്റെ കുട്ടി കരഞ്ഞിട്ടുണ്ട്, കരച്ചില് നിർത്ത്, കൊന്നുകണെങ്കിലും കുഴപ്പമില്ല. കരച്ചിലൊക്കെ നിർത്തി തേങ്ങി നിൽക്കുമ്പോ ഉമ്മ വെച്ചു, ആരെ ഈ കൊന്നതെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഖതൽതു ഫിത്രതി, ഞാൻ എന്നെ തന്നെ കൊന്നതാണ്. ഞാൻ ഉമ്മാന്റെ വയറ്റിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു ഫിത്രത്ത് ഉണ്ടായിരുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അന്ന് അള്ളാനെ കേൾക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. എന്റെ സംഗീതം മുഹമ്മദ് മുസ്തഫയായിരുന്നു. എനിക്ക് ആരോടും പരാതി ഉണ്ടായിരുന്നില്ല, ആരോടും വിദ്വേഷം ഉണ്ടായിരുന്നില്ല, ആരോടും എതിരുണ്ടായിരുന്നില്ല, നാളത്തെ കാര്യത്തിൽ ബേജാറുണ്ടായിരുന്നില്ല, രോഗം വന്നാൽ പടച്ചവനോട് പരാതി ഉണ്ടായിരുന്നില്ല. എന്റെ ഹൃദയം വളരെ സംശുദ്ധമായിരുന്നു. ഇപ്പൊ അതില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വിശുദ്ധാംശത്തെ തകർത്ത് കൊന്ന ആളാണ് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. ഈ കരച്ചിലാണ് മഗ്ഫിറത്തിന്റെ പത്തിൽ വേണ്ടത്, അല്ലാതെ വാചകം അടിച്ചിട്ട് എന്തെങ്കിലും പ്രാസ ഭാഷയിൽ ദ്വാപ്പിക്കല്ല വേണ്ടത്. ഈ കരച്ചിലാണ് വേണ്ടത്. ബദർ എന്നതൊരു വാക്കാണ്. എന്താണ് അതിന് ആ പേര് വരാൻ കാരണം? അതില് ഭാഷാ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. പ്രധാനമായൊരു വീക്ഷണം, ആ പേരിൽ ഒരാളുണ്ടായിരുന്നു, അയാളെ ഏരിയ ആയിരുന്നു അത് എന്നതാണ്.
ആ പേരിൽ അവിടെ ഒരാളുണ്ടായിരുന്നു, അയാളെ ഏരിയ. അങ്ങനെയല്ല, അതിന് വജ്ഹു തസ്മിയ എന്നാണ് അറബി പറയാ. ഒരു നാടിനൊരു പേരും ഒക്കെ ഒരു കാരണം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം, കുറ്റിപ്പുറം ആനക്കര ഹിന്ദിച്ചോക്കാണ്, എങ്ങനെയാ പേര് വരാന്ന്? ആനനെ കെട്ടിയിരുന്നു, ആന അക്കരയായി കുറ്റി. അത് ഏത് കിതാബിലൊന്നും വയ്ക്കാൻ നിൽക്കണ്ട. അതിന് കുറ്റിപ്പുറ ആനക്കരക്ക് വേണ്ടിയിട്ട് പഴയകാല കിതാബുകളൊന്നും ഇല്ലല്ലോ. അത് പിന്നെ എന്റെ കിതാബ് എന്നുള്ളതാണ്. ഞാൻ നിലയ്ക്ക് വൈകുന്നേരം പെരിന്തൽമണ്ണയിലായിരുന്നു പരിപാടി. അപ്പൊ ഞാൻ അങ്ങനെ ഓരോ ചില യാത്രയിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കലല്ല, അപ്പൊ എന്താ ഈ പെരിന്തൽമണ്ണ? അപ്പൊ ഒരാള് പറഞ്ഞു അത് മണ്ണ്. അപ്പൊ ഒരാള് ഇങ്ങനെ പറഞ്ഞു അങ്ങോട്ട് പോണ്ട, ആ മണ്ണിൽ പെരുന്തല്ല്. അപ്പൊ പെരുന്തൽ മണ്ണ, പെരുന്തല്ലാണ്. അവിടെ ആരോ അടി കൂടുണ്ട്. അതിന്റെ നേരെ അപ്പുറം മണ്ണാർക്കാട്. കാരണം മണ്ണുണ്ട്, ആറുണ്ട്, കാടുണ്ട്, പുഴയുണ്ട്, ഭൂമിയുണ്ട്, കാടുണ്ട്. അപ്പൊ മണ്ണാർ കാട്. കോട്ടക്കൽ, കോട്ടകൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. മലപ്പുറം മലകളുടെ സ്ഥലമായിരുന്നു. അങ്ങനെ ഏതിനും ഒരു, ഇപ്പൊ മക്ക, മക്ക എന്ന് പറഞ്ഞാൽ നേരെ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഊറ്റി കുടിക്കുക എന്നാണ്. ഈ ഒട്ടകത്തിന്റെ കുട്ടി അകട്ട് പോയിട്ട് പാലിങ്ങനെ ഊറ്റി കുടിക്കണേനാണ് അത് പറയാ മക്ക. അപ്പൊ എന്താണ് ആ പേര് അതിന് വരാൻ കാരണം? നമുക്കിന്ന് പറയാം, ആരവിടെ ഹജ്ജിന് ഉംറക്ക് പോയാലും ചെയ്യേണ്ട പ്രകാരം അമല് ചെയ്താൽ ദോഷങ്ങളൊക്കെ ആ മണ്ണെന്നെ ഊറ്റി കുടിക്കും. അപ്പം വെടുപ്പായിട്ടാണ് ഇങ്ങോട്ട് വരിക. ഞാൻ ആ ഭാഷയിൽ ഒരുപാട് ലോകത്തേക്ക് പോവില്ല. അപ്പൊ ആ പേരിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ബദറിങ്ങനെ ഉദിച്ചാൽ വെള്ളത്തിൽ തിളങ്ങി കണ്ടിരുന്നു. അതൊക്കെ ചരിത്രപരമായ കാര്യങ്ങളാണ്. നമുക്കിതൊരു ബദറാണ്. അതാണ് യൗമുൽ ഫുർഖാൻ. ബദർ എന്താ? ബദർ ഇങ്ങോട്ട് തിളങ്ങിയാൽ ഇരുട്ടാണ്ട് പോവും. ഇരുട്ടങ്ങോട്ട് പോയി അബൂജാഹിൽ, ഉത്തബത്ത്, ശൈബത്ത് പോലുള്ള ഇരുട്ടുകൾ അങ്ങോട്ട് പമ്പ കടന്നു. മാത്രല്ല അൽ ബദറുൽ കമാൽ പ്രോജ്വലിച്ച ധീരോദ്ധാത്തമായ അധ്യായമാണ് യൗമുൽ ഫുർഖാന്റെ ബദർ. എന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത്? അള്ളാഹ്ക്ക് ഇപ്പൊ എന്തിനാ ഈ ബദർ? ദീനെ വിജയിപ്പിക്കാൻ എന്താ അതിന്റെ ആവശ്യമുള്ളത്? ഈ അബൂജാഹിൽ വേണ്ടാന്ന് അല്ലാണ്ട് തീരുമാനിച്ച പോലെ സൃഷ്ടിക്കാതിരുന്നാ പോരെ. അള്ളാഹു താല അബൂജാഹിലിനെ സൃഷ്ടിച്ചു. പിന്നെയാണ് അള്ളാഹ് ചിന്തിച്ചത് ഇങ്ങനെ ഒരു മുഹമ്മദ് നബിക്ക് വരുന്നുണ്ട്, അപ്പൊ ഇസ്ലാമൊക്കെ പ്രചരിപ്പിക്കുമ്പോ അബൂജാഹിൽ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണല്ലോ, എന്നാ ഇനി ബദറൊന്നും നടത്തുക. അങ്ങനെയാണോ സംഗതി? അള്ളാഹ്ക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ ലോകത്ത്? വല്ലാഹു യഅലമു മാ കാന വമാ യകൂനു വമാ ലാ യകൂനു വലൗ കാന കൈഫ യകൂനു അല്ലേ? അള്ളാഹിന്റെ അറിവിൽപ്പെടാത്ത ഒരു സംഗതി ഇല്ലല്ലോ. അങ്ങനെ ആകുമ്പോ ദീനിന്റെ നിലനിൽപ്പിന് ഈ അബൂജാഹിൽ എന്നുള്ള സാധനം ഭൂമിക്ക് വരണ്ടെന്നൊന്നാണ് തീരുമാനിച്ചാൽ എത്ര എളുപ്പമുണ്ടായിരുന്ന സംഗതി. അവിടുന്ന് തുടങ്ങണം ചിന്ത. അബൂജാഹിലും ഉത്തുബത്തും ശൈബത്തും ഇനി ദുന്യാവിലേക്ക് വന്നു എന്ന് കൂട്ടുക. എന്നാ അവരൊന്ന് നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് ബദറിന് ആവശ്യമുണ്ടോ? മലക്കുകൾ ആവശ്യമുണ്ടോ? ഇതാ അറാദ ചെയ്യാൻ ഫയക്കൂൻ. അവര് തീരട്ടെ എന്നാണ് പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. അസ്രായിലും മരിക്കുമല്ലോ. അസ്രായിലിനെ ആരാ മരിപ്പിക്ക? നാളെ ഒരാൾ വെച്ച് യുക്തിവാദിയാൻ തോന്നുന്നുണ്ട് എന്നോട്, അസ്രായിൽ ആത്മഹത്യ ചെയ്യലാണോ എന്ന് വെച്ച്. അവർക്ക് അങ്ങ് വസ്ത്രങ്ങളിൽ ചോദ്യമല്ലേ ഉള്ളത്. അസ്രായിൽ എന്തിനാ ആത്മഹത്യ ചെയ്യണേ? ഫല്യമുത്ത് അസ്രായിലിനെ അല്ലാണ്ട് പറയുമ്പോഴേക്ക് അസ്രായിൽ മരിക്കല. ഇസ്രാഫീലും മരിക്കുമല്ലോ. ഇസ്രാഫീലല്ല സുവർണ്ണ കാലത്തിന്റെ ചാർജുള്ള ആളാണ്. ഫല്യമുത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചില്ലേ? അള്ളാഹ്ക്ക് പത്ര ഫല്യമുത്ത് അബൂജാഹിൽ നിന്ന് അബൂജാഹിൽ മരിക്കൂലേ? അതും വേണം. അള്ളാഹു തലക്ക് പറയണോ? പറയാന്നല്ലല്ലോ അവിടെ ഉദ്ദേശം. അള്ളാന്റെ ഇറാദ തട്ടിയ മരിച്ചില്ലേ? പിന്നെ എന്തിനാണ് ഈ ബദർ? ഇനി ഒന്നും കൂടി ചിന്തിച്ചു നോക്കൂ. മുസ്തഫ നബിയും സഹാബാക്കളും മദീനയിൽ നിന്ന് പുറപ്പെട്ടത് ഒരു യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടല്ലോ. തിരിച്ചു പോകുന്ന 40 അംഗ സംഘത്തെ തടുക്കാനാണ്. എന്തിനാ തടുക്കാനെന്നുള്ള വേറെ പറയണം, ഇൻഷാ അല്ലാഹ് വിശാലായിട്ട് പറയേണ്ടതാണ്. അങ്ങനെ ആകുമ്പോ അള്ളാഹു താലാക്ക് പലതും മുൻകൂട്ടി വഹി അറിയിക്കണ അള്ളാഹു താലാക്ക് റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തുകൂടായിരുന്നില്ലേ? എന്ത് പിന്നെ 313 പാവങ്ങളേറ്റ് പോകാൻ നിൽക്കണ്ട, അവിടുന്ന് ആയിരങ്ങൾ വേറെ വരാണ്ട് ഈ 40 ഒന്നുമല്ല. ഇത് അള്ളാഹ്ക്ക് അറിയില്ലേ? നിങ്ങൾ ഉഷാറാകണില്ലല്ലോ. അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയും. അള്ളാഹു താലാക്ക് വഹി നേരത്തെ ഇറക്കി കൊടുത്തിരുന്നില്ല. ഇറക്കി കൊടുക്കാൻ ജിബ്രീൽ വന്നിരുന്നു. ഗതാഗത കുരുക്കിൽ കുടുങ്ങിയെന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു വഹി ഇറക്കി കൊടുത്തില്ല. ആയിരങ്ങൾ ഇപ്പുറത്ത് വരാണ്ട് ഇത് അള്ളാഹ്ക്ക് അറിയാം. അത് അള്ളാഹ് മൂടി വെച്ചു. ഇനി ഇത് യുദ്ധമായിട്ട് മാറും. മുത്തനബി അവിടെ ചെന്നാല് അതുകൊണ്ട് 313 പോകണ്ട, ആയുധങ്ങളൊക്കെ എടുത്തിട്ട് വേറെ ആളുകളെ കൂട്ടി ഒരു 1000 തയ്ച്ചു പോയിക്കാളി എന്നുള്ള പറഞ്ഞില്ല. അപ്പൊ എന്താണ് ബദർ?
ബദറിനൊരു പേരുണ്ട് അൽ ഫുർഖാൻ, ഖുർആനൊരു പേരുണ്ട് അൽ ഫുർഖാൻ. മുഹമ്മദ് മുസ്തഫ അൽ ഫുർഖാനാണ്, ബദറും ഫുർഖാനാണ്, ഖുർആനും ഫുർഖാനാണ്. വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ, ഇതിന്റെ നിദർശനമാണ്, പ്രദർശനമാണ്, വ്യാഖ്യാനമാണ് ബദർ. ആയുധങ്ങളുടെ വിജയമല്ല, വണ്ണഫലത്തിന്റെ വിജയമല്ല, തിണ്ണഫലത്തിന്റെ വിജയമല്ല, ജനാധിപത്യ വിജയമല്ല, പണാധിപത്യ വിജയമല്ല, ദുന്യവിയായ സാമഗ്രികളുടെ കോപ്പുകളുടെ വിജയമല്ല. അല്ലാഹുവിങ്കലാണ് ഖുവത്ത് മുഴുവനും എന്നതിന്റെ കൃത്യമായ തവക്കുലിന്റെ, സ്വബറിന്റെ, ഈമാനിക തുടിപ്പിന്റെ, ഈമാനിന്റെ സമറത്തിന്റെ വിജയഭേരിയുടെ പേരാണ് അൽ ബദർ. വേറെ ഒന്നുമല്ല. ഇതേ രൂപത്തിൽ അള്ളാഹ് ദുന്യാവിൽ വേറൊന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഹുനൈൻ, ബദറിന്റെ നേരെ എതിരാണ്. ബദറിൽ ശത്രുക്കൾ മഹാന്മാരായ സ്വഹാബാക്കളെക്കാൾ 3 ഇരട്ടിയിലേറെ ഉണ്ടായിരുന്നു ശത്രുക്കൾ. ഹുനൈനിലെത്തിയപ്പോഴോ ശത്രുക്കളെക്കാൾ 3 ഇരട്ടി ഉണ്ടായിരുന്നു സ്വഹാബാക്കൾ. തോറ്റ് തുന്നം പാറി. ആര്? അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റ് തുന്നം പാറി. ബദറിന്റെ നേരെ എതിരായിരുന്നു ഹുനൈൻ. ബദറിൽ സ്വഹാബാക്കൾ 313, പ്രബല അഭിപ്രായ പ്രകാരം. ശത്രുക്കൾ 1000. അപ്പൊ ത്രിബിളിൻ ഇരട്ടിയല്ല, അതിന്റെ അഭിപ്രായം. ഹുനൈനിലോ ശത്രുക്കൾ 3000 ആണെങ്കിൽ ഇവര് 13000. എന്നിട്ട് എന്താണ്ടായത്? സ്വഹാബാക്കൾ അങ്ങോട്ട് തോറ്റു. അള്ളാഹു അതിനെ കുറിച്ച് എന്താ പറഞ്ഞാരോ? സ്വഹാബാക്കൾക്ക് ധൈര്യം കൂടി. ഇവര് പറഞ്ഞു 313 ആയുധമില്ലാത്ത നമ്മള്, നിരായുധരായ നമ്മള്, സർവായുധ വിഭൂഷിതരായ 1000തോട് ജിഹാദ് നടത്തിയിട്ട് ജയിച്ച് പാരമ്പര്യമുള്ള നമ്മൾക്ക് ഇവരൊക്കൊരു വിഷയ. ആര് ആര് നമ്മളെ എത്രയോ താഴെയുള്ളവരൊരു വിഷയ. ആ ധൈര്യത്തിന്റെ ഊക്കൊണ്ട് എന്തായി? തോറ്റങ്ങോട്ട് തുന്നം പാറി. കാരണം അള്ളാഹിലേക്കാണ് വിഷയം കൊടുക്കേണ്ടത്. ഏതോ അതാ അള്ളാഹിലേക്കാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ബദറിന്റെ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്റെ ഹൃദയത്തിൽ വല്ലാത്ത മിടിപ്പാ, വല്ലാത്ത ബേജാറാണ്. എന്റെ ഹൃദയം ഇങ്ങനെ കത്തിക്കാളുകയാണ്. എന്റെ ചിന്ത മുഴുവനും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയ്ക്ക് വല്ലതും പറ്റിയോ എന്ന പേടിയിലായി, യുദ്ധത്തിന്റെ ഇടയിലായി ഞാൻ ഇടക്കിടക്ക് ടെന്റിൽ പോയി നോക്കുമ്പോ സുജൂദിൽ കടന്നുകൊണ്ട് കരഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ചെയ്യുന്ന സമയത്ത്, ചൊല്ലുന്ന സമയത്ത് പറയുന്ന ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദിക്ർ ആവർത്തിച്ച് സുജൂദിൽ കിടന്ന് ചൊല്ലിയിട്ട് മനം പൊട്ടി ജലാന്ധമായി ദുആ ഇരക്കുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാതെ ആയുധമില്ലാത്ത ആളുകൾക്ക് ആയുധം കൊടുക്കല്ല. അത് ശ്രദ്ധിക്കട്ടോ, ഇത് ശ്രദ്ധിക്കട്ടോ. അല്ല, ഈ ആയുധം ഇതല്ലായിരുന്നു പണി. സുജൂദ് കിടന്നിട്ട് കാര്യമായിരുന്നു. കാരണം പരിപാടി പെടയാണ്. അവിടെ അല്ല, പരിപാടി സുജൂദിലാണ്. അതുകൊണ്ട് ബദറിനെ കുറിച്ച് നമ്മൾ വിശാലായിട്ട് പഠിക്കണം. ആരും ബദർ, അബൂ സുഫിയാനും 40 ആളുകൾ അവിടുന്ന് പുറപ്പെട്ടിട്ട് പോരെന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങരുത്, എന്നിട്ട് കൊളാക്കരുത്. അവിടുന്ന് തുടങ്ങിയാൽ വിഷയം അവതാളത്തിലാണ്. ബദർ തുടങ്ങേണ്ട ഇവിടുന്നൊന്നുമല്ല. എന്നാ പിന്നെ എവിടുന്നാ തുടങ്ങണ്ടേ എന്നുള്ള ഇൻഷാ അല്ലാ നമുക്ക് വഴി എങ്ങനെ പറയും. ഇന്ന് തന്നെ ഫുള്ളായിട്ട് പറഞ്ഞ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ 100 വരെ പറയാം. എനിക്ക് അതിൻ്റെ ഇടക്ക് പരിപാടി ഉണ്ട്, അത് നിങ്ങൾ ഇരിക്കൂല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തുടങ്ങി വെച്ചതാണ്. ഇൻഷാ അല്ലാ ദീർഘമായി നമുക്ക് വെള്ളിയാഴ്ച വരെ ഈ വിഷയം തന്നെ ആയിരിക്കും. വെള്ളിയാഴ്ചയും രാത്രി ഇൻഷാ അല്ലാ, രാത്രി എവിടെയും ഞാൻ പോലില്ല, റമദാനിൽ 8 കൊല്ലമായിട്ട്. പക്ഷെ ഇവിടെ രാത്രി വാഴുന്നുണ്ട് ഇൻഷാ അല്ലാ. അത് ഇതൊക്കെ ഒന്ന് പറയാൻ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ബദർ എന്നുള്ളത് അള്ളാഹുവിന്റെ ഖുവത്ത് മനസ്സിലാക്കാനുള്ള ആളുകളുടെ ഏടാണ്. അതിന്റെ അധ്യായത്തിന്റെ പേരാണ് ബദർ. അള്ളാഹിന്റെ ഖുവത്ത് മനസ്സിലാക്കുക. മുസ്തഫ നബി അതാണ് പറഞ്ഞത്. ഈ 313 ഇവിടെ വധിക്കപ്പെട്ട് പരാജയപ്പെട്ടാൽ മുത്തനബിന്റെ ഒരു വർത്താനുണ്ട്, നീ നിന്നെ ആരാധിക്കാൻ ദുന്യാവിൽ ഒരാളുണ്ടാവൂല അള്ളാഹ്. ഇനി ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം.
ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ മിഅത മറ മുഹമ്മദ് മുസ്തഫ. ചില മഹാന്മാരായ ആരിഫ്യങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്, റസൂലുള്ള എന്തിനാ അസ്തഗ്ഫിറുല്ലാഹി അലൈഹി എന്ന് പറയണത് അറിയോ? അന്ന് ആ വർത്താനം പറഞ്ഞതിനാണ്. തെറ്റല്ല, റസൂലുള്ള തെറ്റ് ചെയ്യൂല, തെറ്റ് പറയില്ല. പക്ഷെ ഹബീബിന് പിന്നെ തോന്നി അങ്ങനെ പറയേണ്ടിണ്ടായിരുന്നില്ല. ഇവരൊക്കെ കൂടിയാണ് പരാജയപ്പെട്ട, ഇനി ഭൂമിയിൽ നിന്നെ സുജൂദ് ചെയ്ത് ആരാധിക്കുക ഒരാളും ഉണ്ടാവില്ല എന്ന് പറയാന് അള്ളാഹ്ക്കെല്ലാം അറിയുള്ളൂ ഉണ്ടോ ഇല്ലെന്ന്. അപ്പൊ അത് ആ സങ്കടം കൊണ്ട് ആ സമയത്ത് അങ്ങോട്ട് പറഞ്ഞതാണത്, തെറ്റുമല്ല. പക്ഷെ അതിന്റെ പേരിൽ സങ്കടം പൊട്ടിയിട്ടാണ് പിന്നീട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചിരുന്നത് എന്നൊക്കെ സൂചിപ്പിച്ച് പോയ വ്യാഖ്യാന ലോകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ആ സമയത്തിൽ അങ്ങോട്ട് പറഞ്ഞു, അത് തെറ്റുമല്ല, ശരിയാണ്. ഒരു നേതാവിന്റെ മനസ്സിന് ഉറവ് പൊട്ടി വരുന്ന അനിയന്ത്രിത വാക്കുകളുമാണ്. ആ നിലയിലുള്ള ഒരു സന്ദർഭമായിരുന്നു ബദർ എന്നത്. പക്ഷെ എന്തായി? ലോക ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല, പിന്നെ ഉണ്ടായിട്ടില്ല. നിരായുധരായ പട്ടിണി പാവങ്ങളായ വയറ് ചപ്പിയ കവളൊട്ടിയ ഉറങ്ങാത്ത 313 സർവായുധ വിഭൂഷിതരായ 1000-ലേറെയുള്ള എല്ലാ യുദ്ധക്കോപ്പുകളുള്ള പടനായകന്മാരായ പ്രമുഖരെ മുഴുവനും വാളില്ലാതെ ആയുധമില്ലാതെ മൃഗങ്ങളില്ലാതെ പട്ടിണി കിടന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ചരിത്രം പിന്നെ അതുപോലെ മുമ്പുണ്ടായിട്ടില്ല, ശേഷം ഉണ്ടായിട്ടില്ല. അതാണ് യൗമുൽ ഫുർഖാൻ. അതിന്റെ യഥാവിധി ഏടുകൾ വായിച്ച് ചരിത്ര കഥകൾ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനിവേശം ഉണ്ടാവാൻ അല്ലാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ. അതിൽ പ്രധാനമായ ഹബീബിന്റെ ആയുധം യാ ഹയ്യു യാ ഖയ്യൂം അതായിരുന്നു. അതൊരു 3 വട്ടം ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്ക ഇൻഷാ അല്ലാഹ് മനസ്സിന് യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. നമ്മളെ കുട്ടികളെ കൂട്ടത്തില് കാതികന്മാരുണ്ട് കേട്ടോ. ബദറിന്റെ കഥകളൊക്കെ പാട്ടുപാടി മനോഹരമായി വാളൂരി വെട്ടണ കുട്ടികളുണ്ട്. വെട്ട് കൊള്ളണോ? കൊള്ളാൻ ധൈര്യം ഉണ്ടോ? കൊള്ളണോ? വെട്ടൊക്കെ ഒന്ന് കൊള്ളാലോ നമുക്ക്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കൂടെ നടക്കും ഇൻഷാ അല്ലാഹ്. അതിരിക്കണ അവന് കാതികനാ, അവൻ വാളൂരിറ്റ് വെട്ടുന്ന ആളാ. മുമ്പൊക്കെ മൂപ്പര് വെട്ടിയത് ഊരണത് ഒരേ ഒച്ച, വെട്ടണത് ഓരോ ഒച്ച. അപ്പൊ ഞാൻ പറഞ്ഞ അത് ശരിയാവൂല. ഊരണതും വെട്ടണതും ഒരേ ശബ്ദമാകാൻ പാടില്ല. ഊരുമ്പോ വെട്ടുമ്പോഴാ എനിക്കറിയില്ല അലിയില് അത് മൂപ്പര് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ കേൾപ്പിച്ചു തരൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നബിയുൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പിരിയാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. അർഹമുറാഹിമീനായ അല്ലാഹ്, ഞങ്ങൾ പാപങ്ങളാണ്, അതിലേറെ പാപികളാണ്, രോഗികളുമാണ്, ദോഷികളുമാണ്. നീ അർഹമുറാഹിമീനാണ്, ഗഫാറാണ്, തവ്വാബാണ് എന്ന ധൈര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നീ ഞങ്ങളെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. മഗ്ഫിറത്തിന് വേണ്ടി തെരഞ്ഞെടുക്കണേ അല്ലാഹ്. ഇത്തഖിന്റെ പട്ടികയിലും പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത ദോഷങ്ങൾ നീ പുറത്തു തന്നാൽ പോരാ, സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിലായി ഞങ്ങൾ ബദരീങ്ങളെ പറയുന്നവരും പ്രേമിക്കുന്നവരുമാണ്. അതിനെ വലിയ അമലായി സ്വർഗത്തിലേക്കുള്ള കാരണമായി സ്വീകരിക്കണേ അല്ലാഹ്. അവരിലേക്ക് ഞങ്ങളെ ഹൃദയം കൊണ്ട് നീ എത്തിക്കണേ അല്ലാഹ്. അവരിൽ ഞങ്ങൾക്ക് സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാക്കി തരല്ലേ അല്ലാഹ്. പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അനുധാവനം ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഹൃദയങ്ങളിൽ നിന്ന് ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സൂജിബ്, അദാവത്ത്, ശഹ്വത്ത്,
ബിദ്അത്ത് പോലെയുള്ള എല്ലാ ചിന്തകളും നീ ഒഴിവാക്കി തരണേ അല്ലാ. ശരീരങ്ങളിൽ നിന്ന് അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, മറ്റ് മാറാരോഗങ്ങളും മാറാവ്യാധികളും മാരണങ്ങളും ഒഴിവാക്കി തരണേ അല്ലാ. ഞങ്ങളെ പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ, തകർത്ത് കളയല്ല അല്ലാ, കട്ടിലിൽ തളർത്തി കിടത്തല്ല അല്ലാ, മാരണങ്ങളിൽ പെടുത്തല്ല അല്ലാ, മാറാത്ത രോഗങ്ങൾ തരല്ല അല്ലാ, അസഹ്യമായ വേദന നൽകല്ല അല്ലാ, അസഹ്യമായ പരീക്ഷണത്തിൽ പരാജയപ്പെടുത്തല്ല അല്ലാ, സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ ഞങ്ങളെ കുടുംബത്തെ നീ പെടുത്തല്ല അല്ലാ. കടം കൊണ്ട് ഉറക്കം കിട്ടാത്ത പലരും വിളിച്ചുകൊണ്ട് തൊണ്ടയിടറി ദുആക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അവരെ കടങ്ങളൊക്കെ നീ വീട്ടിക്കൊടുക്കണേ. ഞങ്ങളുടെ കടങ്ങളും നീ വീട്ടിത്തരണേ അല്ലാ. സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സമയങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാ, ഞങ്ങളെ നോക്കി വളർത്തിയ പലരും ഖബറുകളിലാണ്, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പള്ളിയുടെ ചുറ്റുഭാഗത്തും മീസാനുകൾ നിറഞ്ഞ സമ്മേളനത്തിന്റെ ആളുകളെ പോലെ മയ്യിത്തുകൾ നിരനിരയായി കിടക്കുകയാണ്. ഇവിടെ നിസ്കരിച്ചവരാണ് അവിടെയുള്ളത്. ഞങ്ങളെപ്പോലെ വാങ്ങു കൊടുത്തവർ, പ്രസംഗിച്ചവർ, ഇമാമത്ത് നിന്നവർ, നോമ്പ് തുറന്നവർ, തുറപ്പിച്ചവരൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അല്ലാ, കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്നവർ, കഴിഞ്ഞ ശഅബാനിൽ ഉണ്ടായിരുന്നവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ തങ്ങന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്. എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ഖബറുകൾ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മനോധൈര്യം നൽകണേ അല്ലാ. ഡിപ്രഷനിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. വിഷാദ രോഗങ്ങൾ ഞങ്ങൾക്കോ കുടുംബങ്ങൾക്കോ നൽകല്ല അല്ലാ. ഏത് പ്രതിസന്ധിയെയും പൂമാല പോലെ സ്വാഗതം ചെയ്യാനുള്ള മനക്കരുത്ത് നൽകണേ അല്ലാ. ഹൃദയത്തിൽ ഖുവ്വത്ത് നൽകണേ അല്ലാ. ജിസ്മിൽ സിഹത്ത് നൽകണേ അല്ലാ. ലിസാനിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വജ്ഹിൽ പ്രസന്നത നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിതം ബറക്കത്ത് കൊണ്ട് ധന്യമാക്കണേ അല്ലാ. ഹയാത്ത് റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നിനക്കുള്ള ആരാധനയിൽ മുഴുകുന്ന സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മനുഷ്യരെന്ന നിലയിൽ ഞങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകൾ നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും വിജയിപ്പിക്കണേ അല്ലാ. പരീക്ഷയിലും ജീവിതത്തിലും മാർക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد. നിന്റെ ഹബീബിന്റെ പേരിൽ ഞങ്ങളെ മഹബത്ത് ചെയ്യുന്നവരുണ്ട് നീ അല്ലാഹു, അവർക്കും ഞങ്ങൾക്കും ഹബീബിന്റെ ജിവാറിലുള്ള പാർപ്പിടം നൽകണേ അല്ലാ. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഹമീദാജിയെ കാണുന്നുണ്ട്. ഞാൻ ഗൾഫിലുണ്ടായിരുന്ന കാലത്ത് എന്നെ വല്ലാതെ സ്നേഹിച്ച് നോക്കിയിരുന്ന ആളാ. ഇപ്പൊ കാണാനായി ദൂരെ നിന്ന് വന്ന ആളാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തോട് എനിക്കുള്ളൊരു സ്നേഹമുണ്ട്. ബ്രേമി എന്ന സ്ഥലത്ത് 6 മാസത്തോളം അല്ലെങ്കിൽ ഒരു കൊല്ലത്തോളം നിന്റെ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞവനാ. ആ സമയത്ത് എന്നെ കൊണ്ടു നടന്നതും അതിന്റെ സംഘാടകനായി പ്രവർത്തിച്ചതും അല്ലാഹുവേ, ആ വലിയ മനുഷ്യനാണ്. അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, മഹബത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി കൂടെ നിന്ന് താങ്ങും തണലുമായ ഒരുപാട് ഭാരവാഹികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. اللهم انصر أمة سيدنا محمد. ربنا لا تخيبنا ولا تعيبنا ولا تؤاخذنا يا مولانا، وارحمنا رحمة واسعة، وارزقنا حلاوة ذكرك وتلذذ عبادتك يا مولانا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق وآله وصحبه أجمعين. അമിതാജനല്ലേ ബസരില്ല 17 കൊല്ലായി കണ്ടിട്ട്. അള്ളാഹു ഇപ്പൊ കാണാൻ പറ്റില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ.
أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. السلام عليكم ورحمة الله.